കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ നിന്നും പല താരങ്ങൾക്കും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സ്ക്വാഡിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം പുറത്തേക്ക് വന്നിരിക്കുന്നു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് താരങ്ങളെ ആവശ്യമുള്ള വിങ്ങുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ കാണുന്ന 97% ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റർ ഫോർവേഡ് ആണ്. നമുക്കറിയാം ജീസസ് ജിമിനസിന് ഇവിടെ കരാറുള്ളത് കൊണ്ടും കോമി പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിട്ടതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഇനി ആവശ്യമുള്ളത് ഒരു ഫോറിംഗ് സെൻറ്റർ ഫോർവേഡിനാണ്. അതുകൊണ്ട് തന്നെ ഫോറിംഗ് സെൻറ്റർ ഫോർവേഡിനെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു ആവശ്യമുണ്ട്. രണ്ടാമതായി CM ആണ്, മധ്യനിര. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ തുടക്കത്തിലായിരുന്നു ജിക്സൺ സിംഗിനെ വിറ്റത്. ജിക്സൺ സിംഗിൻ്റെ പകരക്കാരനായിട്ട് ഇതുവരെ ഒരു പ്ലെയറിനും ബ്ലാസ്റ്റേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ജിക്സൺ സിംഗിൻ്റെ ഒരു പകരക്കാരൻ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾ കീപ്പർ പൊസിഷനാണ്. നമുക്കറിയാം സച്ചിൻ സുരേഷിൻ്റെ കഴിഞ്ഞ സീസണിലെ പ്രകടനം വളരെ മോശമായതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷിനെ നിലനിർത്താൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷിൻ്റെ പകരമായി ഒരു പുതിയ ഗോൾ കീപ്പർ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റർ ബാക്കാണ്. നമുക്കറിയാം മിലോസ് റിൻസിച്ച് കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് വന്നിരുന്നു. മിലോസ് റിൻസിച്ചിനെ ഒഴിവാക്കുകയാണെങ്കിൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഒരു ഫോറിംഗ് സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. കൂടാതെ ഹോർമിപ്പാമിൻ്റെ പകരം ഇന്ത്യൻ സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കാണുന്ന 97% ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയും കാണാം. അതിരിക്കും. ബൈ ബൈ.